ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂറിനുള്ളിൽ റവ കൊണ്ട് നല്ല പൂ പോലെ സോഫ്റ്റായ പാലപ്പം അല്ലെങ്കിൽ പഞ്ഞിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഇത് ഒരു സ്പൂണ് കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ജാറ് ക്ലോസ് ചെയ്ത് 3-4 മിനിറ്റ് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ മാവ് റെഡിയായിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്ത ശേഷം ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് സ്പൂണ് കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് അരമണിക്കൂർ ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാം. അരമണിക്കൂറായപ്പോൾ മാവ് നല്ല സോപ്പ് പത പോലെ തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഈ ഒരു മാവ് കൊണ്ട് പഞ്ഞിയപ്പവും അതുപോലെ പാലപ്പവും റെഡിയാക്കി എടുക്കാൻ പറ്റും. പഞ്ഞിയപ്പം റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലേക്കാക്കി ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പരത്തി കൊടുത്ത ശേഷം ഇതൊന്ന് 1-2 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. ഇത് 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇതുപോലെ നന്നായി കുക്കായി കിട്ടും. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള അപ്പമാണ് കേട്ടോ. ഇനി ഈ മാവ് കൊണ്ട് പാലപ്പമാണ് റെഡിയാക്കി എടുക്കേണ്ടതെങ്കിൽ ഒരു വെള്ളയപ്പച്ചട്ടി ഹൈ ഫ്ലെയിമിലിട്ട് അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇനി ഇത് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കാം. എന്നിട്ട് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ചുറ്റിച്ചെടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി കുക്കായി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പാലപ്പമാണെങ്കിൽ പാലപ്പം ഇതുപോലെ ചുട്ടെടുക്കാം. അല്ല പഞ്ഞിയപ്പമാണ് ഇഷ്ടമെങ്കിൽ ഒരു ദോശക്കല്ലിലോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിലോ ഈ മാവ് ഒഴിച്ചു കൊടുത്ത് നല്ല പഞ്ഞി പോലത്തെ അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. റവ കൊണ്ട് ഇതുപോലെ പാലപ്പം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ചോറോ തേങ്ങയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. രാവിലെ കിച്ചണിൽ കയറുന്ന സമയത്ത് തന്നെ ഈ മാവ് അടിച്ച് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആകുമ്പോഴേക്കും ഇത് ചുട്ടെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയപ്പവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പവുമാണ് റെഡിയായി കിട്ടുന്നത്. ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ചട്ടി എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്കാക്കി വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. റവ കൊണ്ടുള്ള അപ്പമായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയപ്പവും അതുപോലെ പാലപ്പവും റെഡിയായി കിട്ടിയിട്ടുണ്ട്. തേങ്ങയും ചോറും ഒന്നും ചേർക്കാതെ റവ കൊണ്ടുണ്ടാക്കിയ ഈ ഇൻസ്റ്റൻറ്റ് പാലപ്പം അല്ലെങ്കിൽ പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.